ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വിജീഷ് ഫാമിലി. അപ്പോൾ അതാണ് നമ്മൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. കാര്യം വേറൊന്നുമല്ല, എനിക്ക് ചെറിയൊരു ജോലി കിട്ടി. അപ്പോൾ മോക്കൊരു 8 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കായിരുന്നു ജോലി കിട്ടിയത്. അപ്പോൾ നമ്മൾ ദാണ്ട് ജോലിക്കൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ കാര്യം നോക്കണം. അങ്ങനെ പിന്നെ വീഡിയോ ഇടാതിരുന്നത്. ഇപ്പോൾ ദാണ്ട് വാവയ്ക്കൊരു 1.25 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോളിപ്പോൾ എല്ലാവരുടെയും നിൽക്കാനും കളിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ വെച്ചാൽ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദാണ്ട് ഞാൻ ജോലിക്ക് പോയിട്ട് വന്നേ ഉള്ളൂ. ഇപ്പം തന്നെ സമയം ഒരു 6:30 അടുപ്പിച്ചായി കാണും. 5:30 ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങും. ഒരു 6:30 ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തും. അതാണ് ഞാൻ വരുന്ന വഴിക്ക് പൊടിച്ചാള കിട്ടിയായിരുന്നു. അപ്പോഴേ മേടിച്ചുകൊണ്ട് വന്നതായിരുന്നു മീൻ. പക്ഷേ അതിന് മുമ്പ് ഇവിടെ അമ്മയും മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴമ്മ അതെല്ലാം വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് തന്നെ മൂത്ത ആൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കൊച്ചാളെ കസേരയിൽ കയറി ഇരിക്കുന്നതിന് മൂത്ത ആളെ അടിച്ച് അതിനകത്ത് ഇറക്കാൻ നോക്കുമോ. പിന്നെ വന്ന് പരാതിയൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ എടുത്ത് അവളെ വഴക്കൊക്കെ പറയണം, എന്നാലേ പിന്നെ കുറച്ച് അടങ്ങിയിരിക്കത്തുള്ളൂ. നമ്മൾ ചേട്ടനാണ് അപ്പോഴത്തേക്ക് ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ചേട്ടൻ ചായയൊക്കെ ഇട്ട് വെച്ചു. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ വെളിയിലൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ചായയൊക്കെ കുടിക്കും. കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. കാരണം വെച്ചാൽ ജോലിയും കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ. രാവിലെ തന്നെ അടുക്കളയിൽ അടിപൊളി ഒരു അംഗം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ദാണ്ടെ ഇപ്പം വീണ്ടും രാത്രി വന്നിട്ട് പുതിയ അടുത്ത അംഗത്തിലോട്ട് കടന്നിരിക്കുന്നു. പിന്നെ അപ്പോഴത്തേക്ക് അമ്മ മീനെല്ലാം വൃത്തിയാക്കി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ പൊടിച്ചാളയായിരുന്നു. അപ്പോൾ അത് കറിയും വെച്ച് വറുക്കാമെന്നൊക്കെ വിചാരിച്ചു. രാവിലെ ഞാൻ ഈ ചേമ്പിൻ്റെ അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വൈകുന്നേരം ചായയുടെ കൂടെ ബാക്കി ഇരിക്കുന്ന എല്ലാവരും എടുത്തങ്ങ് കഴിച്ച്. അപ്പോൾ ഇനി ഞാൻ പ്രത്യേകിച്ച് അവിയലും തോരനും അങ്ങനെയുള്ളതൊന്നും ഉണ്ടാക്കുന്നില്ല. മീൻ കറി വെക്കണം, മീൻ വറുക്കണം. അപ്പോഴത്തേക്ക് താണ്ടെ പൊടിയാൾ കുരുത്തക്കേട് തുടങ്ങി. അവളിങ്ങനെ ഇരിക്കുവാണെങ്കിലും അവിടെ ഇരിക്കുന്ന പാത്രങ്ങൾ അത് ഇത് എല്ലാം പറക്കി നിരത്തും. ഇതൊക്കെ ഇപ്പോൾ അവളെ കലാപരിപാടികൾ അതൊക്കെയാണ്. പിന്നെ അവളെ ഒന്ന് പിടിച്ച് മാറ്റിയിട്ട് വേണം നമ്മളിതെല്ലാം ഇനി വൃത്തിയാക്കാൻ. ഇനി എല്ലാം അവൾ പറക്കി നിരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എടുത്ത് വെച്ചാലും വീണ്ടും അവൾ എടുക്കും. അതുകൊണ്ട് പിന്നെ അവൾ കളിച്ച് കഴിഞ്ഞിട്ടെന്നങ്ങ് വിചാരിക്കും. പിന്നെ ഞാൻ വിചാരിച്ച് പൊടിച്ചാളയല്ലയോ. അപ്പോൾ ചേട്ടനോട് ഞാൻ ചോദിച്ചു എന്താ കറി വെക്കണമെന്ന്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ മുളകിട്ട് വെക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുളകിട്ട് വെക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുക. കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എടുത്ത് മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെന്താ, ഇപ്പം അങ്ങനെയൊക്കെയാണ്. നമ്മൾ എന്തുവായാലും രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല പണിയുണ്ട്. പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, മൂത്ത ആളെ പഠിക്കാൻ വിടണം, എനിക്ക് പോകണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ നടക്കും. ഇടയ്ക്ക് ഇളയാളങ്ങ് അമ്മയടുത്തോട്ടും അച്ഛനടുത്തോട്ടും പോവും. പിന്നെ ഈ മൂത്തവളോട് വഴക്കിടാൻ വരുന്നത് കാര്യം വേറൊന്നുമല്ല, അവളെ കസ്റ്റഡിയിലോട്ട് കയറിയിരിക്കുന്നു, അവൾക്കുള്ള സാധനങ്ങൾ എടുക്കുന്നു. അതിനൊക്കെയാണ് ഈ അടി. ഇപ്പോഴേ അടി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ വലുതാകുമ്പോൾ എന്തോ യുദ്ധമോ കളമാണോ വീണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴേ അടിപൊളി അടിയാണ് രണ്ടുപേരും തമ്മിൽ. പക്ഷെ മൂത്തവൾ ഉപദ്രവിക്കത്തൊന്നുമില്ല. പക്ഷെ പൊടിയാൾ നല്ലോണം ഉപദ്രവിക്കും. ഇളയവൾ എന്ത് ചെയ്താലും മൂത്തവൾ അങ്ങനെ ഉപദ്രവിക്കത്തൊന്നുമില്ല. കാരണം ഞങ്ങളും വഴക്ക് പറയും, പൊടിയല്ലേ അവൾക്കൊന്നും അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞ് മൂത്താളെ സമാധാനിപ്പിച്ചിരുത്തുക. എന്നാലും ചില സമയത്ത് നല്ലോണം ഉപദ്രവിക്കുന്നുണ്ട്. കാരണം അവൾ ഭയങ്കര അടിയാണ്, ഇളയവൾ ഭയങ്കര ഉപദ്രവിക്കലാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു ദിവസമൊക്കെ കടന്നു പോകുന്നത്. പിന്നെ ജോലിക്ക് പോയതിന് ശേഷം ഞാൻ രാവിലെ ഇവിടുന്ന് ഒരു 9 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ വൈകുന്നേരം അവിടുന്ന് ഒരു 5:30 കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങും. അന്നേരം വീട്ടിൽ എത്തുമ്പോഴത്തേക്ക് ഒരു 6:15 ആ സമയമൊക്കെ ആവും. പിന്നെ എന്താ, നമ്മൾ കുറേ നാളെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടണം. അപ്പോഴേ ഞാൻ വിചാരിക്കുന്നു ചിലപ്പോൾ ഈ നമ്മൾ ജോലി കഴിഞ്ഞിട്ട് വന്നാലും അവൾ നിൽക്കത്തില്ല. പിന്നെ നമ്മളിങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പിന്നെ വീഡിയോ ഇടാനും പിന്നെ വന്ന ക്ഷീണം, പിന്നെ അടുക്കളയിലെ ജോലി ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് നടക്കത്തില്ല. പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു എന്തുവായാലും കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, ഇനി വീഡിയോ ഇട്ട് തുടങ്ങാം, വല്ലപ്പോഴൊക്കെ ഓരോ വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ തന്നെ വിചാരിച്ചു എന്തായാലും വൈകുന്നേരം വന്നിട്ടുള്ള കലാപരിപാടികൾ തന്നെ ആയിക്കോട്ടെ. കാരണം രാവിലെ ആകുമ്പോൾ നമുക്ക് ഇതിനൊന്നും സമയം കാണത്തില്ല. വീഡിയോ എടുത്തു തരാനും ആരുമില്ല. വീഡിയോ എടുക്കാൻ നമുക്ക് സമയമില്ല. രാവിലെ മൊത്തത്തിൽ തിരക്കായിരിക്കും. ഇപ്പം തന്നെ ഈ കറി വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ, അത്രയും കഷ്ടപ്പാട് കുറഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മീൻ വറുക്കാനൊക്കെ ഉള്ളതായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മുളകിടാനായിട്ട് വെക്കാനായിട്ട് ചട്ടിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, ഇതൊക്കെ തന്നെ വിശേഷം. പിന്നെ പൊടിയാൾക്ക് 8 മാസം കഴിഞ്ഞപ്പോഴാണ് ജോലിക്ക് പോയി തുടങ്ങിയത്. ഇപ്പം ഭാവിക്കൊരു 1.25 വയസ്സൊക്കെ കഴിഞ്ഞു, 1.5 വയസ്സാവുന്നു. പിന്നെന്താ, ഒത്തിരി നാളായി വീഡിയോ ഇട്ടിട്ട്. അപ്പം എല്ലാവരും ചോദിക്കുന്നു എന്താ വീഡിയോ ഇടാത്തത്. അപ്പം പറയും ജോലിയുള്ളത് കൊണ്ടാണ്. രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടൊക്കെയാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം വീഡിയോ ഒന്നും ഇടാഞ്ഞത്.
അപ്പോൾ ചേട്ടൻ എന്തെങ്കിലും വൈകുന്നേരമൊക്കെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെറിയ ജോലികളൊക്കെ ഹെൽപ്പൊക്കെ ചെയ്തു തരും, ചായ ഇട്ട് വെക്കും. കാരണം ചേട്ടൻ നേരത്തെ വരും, ചേട്ടൻ ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ജോലി കഴിഞ്ഞിട്ട് വരും. അപ്പോഴത്തേക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചേട്ടൻ ചെയ്തൊക്കെ തരും. പിന്നെ നമ്മളിനി എത്ര നേരം നമ്മൾ ഒറ്റയ്ക്ക് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ചേട്ടാ അത് ചെയ്യത്തില്ല, നമ്മൾ കൂടെ അടുക്കളയിൽ നിൽക്കും. നമ്മൾ ജോലി ചെയ്ത് തീരുന്നവരെ ഒന്നെങ്കിൽ നമ്മളോട് അടുക്കള ഇരിക്കുന്നെങ്കിൽ അടുക്കളയുടെ ആ ഭാഗത്തന്നെ കസരയിട്ട് നമ്മൾ കാണത്തക്ക രീതിയിൽ തന്നെ അവിടെ ഇരിക്കും. നമ്മൾ ജോലി തീരുന്നവരെ ഇവിടെ ഇരിക്കും. എന്തായാലും ഞാനിനി അവിടുന്ന് ഒരു അടുക്കളയിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു 8:30 മണിയൊക്കെ കഴിയും. അപ്പോഴത്തേക്ക് തന്നെ നമ്മൾ മീൻ വെക്കാനുള്ള എല്ലാം നമ്മൾ ആക്കിയിട്ടുണ്ടായിരുന്നു. കറി വെക്കാനുള്ളത് വറുക്കാനായിട്ട് ഞാൻ അടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് കറി വെക്കാനുള്ളതും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വടക്കംപുളി ഇട്ട് വെക്കുവാണ്. നമ്മൾ വടക്കംപുളി ഇട്ടാൽ കൂടുതലും കറി വെക്കുന്നത്. ഞങ്ങളങ്ങനെ പിഴുപുളി യൂസ് ചെയ്യാറില്ല, പിഴിഞ്ഞെടുക്കുന്ന പുളി ഉപയോഗിക്കാറില്ല. അത് സാമ്പാറിനോ അങ്ങനെ രസം വെക്കാനോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുള്ളൂ. മീൻകറിക്ക് എപ്പോഴും വടക്കംപുളി തന്നെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എല്ലാവർക്കും പൊടിച്ചാള ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനും പൊടിച്ചാള കണ്ടപ്പോൾ മേടിച്ചത്, അമ്മയും പൊടിച്ചാള കണ്ടപ്പോൾ മേടിച്ചുകൊണ്ട് വന്നത്. പക്ഷെ കണ്ടിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്, എന്നാലും ഭയങ്കര ടേസ്റ്റാണ്. വറുക്കാനും കറി വെക്കാനൊക്കെ അടിപൊളിയാണ്. പിന്നെ പിന്നെന്താ, ഞാൻ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറേ ജോലികളുണ്ട്. കുറേ ജോലി എന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ അങ്ങനെയുള്ള തോരൻ വെക്കൽ, തുണി കഴുകുക, അങ്ങനെയുള്ള കുറേ പരിപാടിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ രാവിലെ മീൻകറിയും അതും എല്ലാവരും നടക്കത്തില്ല. അപ്പോൾ പിന്നെ വൈകുന്നേരം വെച്ച് കഴിഞ്ഞാൽ അത്രയും ജോലിഭാരം ഒഴിഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്ത് വെക്കുന്നത്. എനിക്ക് തോന്നുന്നു ജോലിക്കൊക്കെ പോകുന്ന മിക്ക ആൾക്കാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. രാത്രി വന്നു കഴിഞ്ഞാലും നമ്മൾ ഏകദേശം നമ്മൾ ഈ നാളത്തേക്കുള്ള കുറേ ജോലി ഒതുക്കിയിട്ട് നമുക്കൊക്കെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഉറക്കത്തിലും ചിന്തയോടെ രാവിലെ എണീറ്റ് കറി എന്തോ വെക്കും, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ആക്കും എന്നൊക്കെയുള്ള ചിന്ത. രാവിലെ ഫസ്റ്റ് ഞാൻ പോയി തുണിയൊക്കെ കഴുകിയിടും. തുണി കഴുകിയിട്ടിട്ടായിരിക്കും അടുക്കളയിൽ കയറുന്നത്. കാരണം വെച്ച് ഇല്ലെങ്കിൽ അത് ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെ അടുക്കളയിൽ നിന്ന് എത്ര കഴിഞ്ഞാലും ജോലി ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല പെട്ടെന്ന്. അപ്പോൾ രാവിലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും ഞാൻ അടുക്കളയിലോട്ട് കയറുന്നത്. പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. ഇനി എല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കുന്ന കറിയും അതും ഇതെല്ലാം വെക്കാനുള്ളതായിട്ടാണ് എല്ലാം വൃത്തിയൊക്കെ ആക്കുന്നത്. പിന്നെന്താ, പിന്നെ ഇതൊക്കെ തന്നെ. രാത്രി ഇനി ഒരു സമയം വരെ എനിക്ക് തോന്നുന്നു ഞാൻ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കയറുന്നതും അങ്ങോട്ട് തന്നെ, ജോലി കഴിഞ്ഞിട്ട് കയറി വരുന്നതും ഈ അടുക്കളയിലോട്ട് തന്നെ, ഉറങ്ങാൻ പോകുന്നതും ഈ അടുക്കളയിൽ നിന്ന് തന്നെ. ജോലി എവിടെ പോയാലും ജോലി, രാവിലെയും ജോലി, ജോലിക്ക് പോകുന്നിടത്തും ജോലി, വീട്ടിൽ വന്നാലും ജോലി, മൊത്തത്തിൽ ഒരു ജോലി മയമേ ഉള്ളൂ. എനിക്ക് ഞങ്ങൾ മാത്രമല്ല എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. മുക്കാൽ ഭാഗം പേരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ജോലിക്ക് പോകാത്തവർക്ക് പിന്നെ വീട്ടു ജോലി എന്തുവായാലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണും. അവിടത്തേക്കാണ് നമ്മളെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് മീനൊക്കെ പറക്കിയിടണം. മീൻ പറക്കിയിട്ട് അവസാനം ഞാൻ ഈ മീൻ കറി നമ്മൾ അരപ്പെല്ലാം തിളച്ചതിന് ശേഷമേ വടക്കംപുളി, തക്കാളിക്ക, മീനും അതെല്ലാം പറക്കി ഇടത്തുള്ളൂ. അതിന് ശേഷം ഇടാറുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവിടെ കഴുകാനുള്ള പാത്രങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്. കഴുകാനുള്ള പാത്രം വെച്ചാൽ ചായ ഇട്ട പാത്രം, പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവിയൽ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അതിൻ്റെ പാത്രം, അതെല്ലാം ഞാനങ്ങ് കഴുകാനായിട്ട് എടുത്തു. കാരണം അത്രയും ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാവിലെ അത്രയും പണി കുറഞ്ഞിരിക്കുമല്ലോ. അപ്പം അതിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്ടേ, പിന്നെന്താ, ഇടയ്ക്ക് വറുക്കുന്ന മീൻ തിരിച്ചൊക്കെ ഇടണം. അങ്ങനെയൊക്കെയുള്ള ജോലികൾ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കിങ്ങനെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ വിശേഷം. പോയാലും ജോലി, വന്നാലും ജോലി, 24 മണിക്കൂറും ജോലി. ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ് തോന്നുന്നു ശരീരത്തിന് കുറച്ച് റെസ്റ്റ് ഉള്ളത്, അല്ലെങ്കിൽ ഫുൾ ജോലി തന്നെ. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനടുത്ത് ഓരോന്ന് പറയുന്നുണ്ട്, ജോലി സ്ഥലത്ത് ഓരോ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു നിന്നുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പിള്ളേരെയൊക്കെ ഇടയ്ക്ക് പോയി നോക്കും. കാരണം പൊടി അങ്ങനെ അങ്ങ് നടക്കും. നടക്കാൻ തുടങ്ങിയതിന് ശേഷം എപ്പോഴും നടത്തം, നടന്ന് ഓട്ടക്കം, വീഴക്കം, ഇതൊക്കെ തന്നെ മെയിൻ പരിപാടികൾ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജോലിയുടെയൊക്കെ നടക്കും. പിന്നെ ഇങ്ങനെ ജോലി കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരാൾ വർത്താനം എങ്കിലും പറയാനുണ്ടല്ലോ. അപ്പോഴത്തേക്ക് അടുത്ത ആൾ വന്ന വേറെ ഒന്നുമല്ല, സ്കൂളിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുക. അപ്പം പഠിച്ചോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാനും. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ ആയിരിക്കും അവർക്കുള്ള കാര്യങ്ങളെല്ലാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെയായിരിക്കും തിരക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ വൈകുന്നേരം വരുമ്പോൾ ജോലിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ സ്കൂളിലെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളും എല്ലാം ചോദിക്കും. എല്ലാ ദിവസവും ഞാൻ ചോദിക്കാറുണ്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. കാരണം ഇവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ കാണും. അപ്പോൾ ഇതെല്ലാം ഈ അടുക്കളയിൽ നിൽക്കുമ്പോഴായിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്യൂഷന് ഞാൻ ട്യൂഷന് വിടുന്നുണ്ട്.
വിടുന്ന കാര്യം വേറൊന്നുമല്ല, നമ്മൾ പോയിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് അത്രയും നേരം കൂടി അവരെ പഠിപ്പിക്കാൻ കൂടി കുറേ കാര്യങ്ങൾ എഴുതാനും പഠിക്കാനൊക്കെ കാണും. അതുകൊണ്ട് പിന്നെ ഞാൻ വെച്ചാൽ എന്തായാലും ട്യൂഷന് പോട്ടെ, അതായിരിക്കും നല്ലത്. കാരണം ഇത് ഈ സമയത്ത് വന്ന് തന്നെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് നോക്കാം. ഞാൻ കറി ടേസ്റ്റ് നോക്കുന്ന എവിടെ പോയാലും ആ സമയം ആകുമ്പോഴത്തേക്ക് വരും. അത് പൊടിയാളും അങ്ങനെ. ഇപ്പം ഈ സമയത്ത് മോള് പൊടിയാൾ ഉറങ്ങി, അതുകൊണ്ടാണ് വരാത്ത. അല്ലെങ്കിൽ രണ്ടുപേരും കൂടി വന്ന് നിൽക്കും കറിയുടെ ടേസ്റ്റ് നോക്കാനായിട്ട്. ടേസ്റ്റ് നോക്കാനായിട്ട് അവിടെ വന്ന് നിൽക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് മുളകിട്ട കറിയാണ് ഏറ്റവും ഇഷ്ടം, മൂത്താൾക്ക്. അപ്പം ഇട്ട് കഴിയുമ്പം പിന്നെ അതിൻ്റെ അഭിപ്രായങ്ങൾ അതില്ല ഇതില്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും. അതൊക്കെ കേട്ടുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുക. പിന്നെയെന്ന് വെച്ചാൽ പണ്ട് ഇതേണക്കായിരുന്നു എൻ്റെ അമ്മ. എൻ്റെ അനിയനും എനിക്കൊക്കെ ഒരു 3-4-5 വയസ്സ്, അല്ല 3-4-5 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മ ജോലിക്ക് പോകുന്നത്. അപ്പം പോയിട്ട് വന്നിട്ട് അമ്മ ഇതേണക്ക് കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇതിനകത്ത് വൈകുന്നേരം പോയി നിൽക്കും ടേസ്റ്റ് നോക്കാനും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനും അനിയനും ഒക്കെ ആയിരുന്നു നോക്കാൻ പോകുന്നത്. അപ്പോഴേ എൻ്റെ അടുത്ത് അമ്മ പറയും, നീ വലുതാകുമ്പോഴും നീയും പോകുന്നിടത്ത് ഇതിനൊക്കെ ചെയ്യണം. അപ്പം ഞാൻ പറയും, എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല, രാത്രിയൊക്കെ വന്ന് നടന്ന് ജോലി ചെയ്യാനൊന്നും എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാനൊന്നും ചെയ്യത്തില്ല. അല്ലാണ്ട് ഇപ്പം ദാ കിടക്കുന്നു. ഇപ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മളൊരു കല്യാണമൊക്കെ കഴിച്ചൊരു കുടുംബമാകുമ്പം നമ്മളതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനതൊന്നും ചെയ്യത്തില്ല, എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല ഇത്രയും ജോലിയൊന്നും ചെയ്യാനെന്നൊക്കെ. നോക്ക് പിന്നെ അടുക്കളയിൽ ദാണ്ട് എൻ്റെ ജോലികളെല്ലാം അങ്ങനെ ഒതുങ്ങി. അപ്പം തന്നെ സമയം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞ് കാണും. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കറി വെക്കാൻ തുടങ്ങി പൊരിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് 8 മണിയൊക്കെ കഴിയും. 8 മണി 8:15 കഴിയും ജോലി കഴിയുമ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ ആ ജോലി ചെയ്ത ഭാഗമൊക്കെ വൃത്തിയാക്കി അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കണം. കാരണം മീൻ വറുത്തത് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തെറിക്കുമല്ലോ. അപ്പം പിന്നെ അതെല്ലാം വൃത്തിയാക്കിയിട്ട് വേണം. പിന്നെ നമ്മളവിടെ എല്ലാം വൃത്തിയാക്കി അവിടെ ഇരിക്കുന്ന അതിൻ്റെ ഗ്യാസിൻ്റെ അടിവശം എല്ലാം ഫുള്ളായിട്ട് നമ്മൾ വൃത്തിയാക്കും. കാരണം പാറ്റ അങ്ങനെയുള്ള ഇതൊക്കെ കാണുമല്ലോ. അപ്പോൾ പിന്നെ അവിടെ എല്ലാം വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിനി അകത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അകത്ത് എന്നാലും ചെറിയ ചെറിയ ജോലികളുണ്ട്. തുണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണും, കഴുകിയിട്ടതൊക്കെ അവിടെ കാണും. തൂത്തുകൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മേളിലോട്ട് പോയി അവിടെ തുണി കഴുകി ഇട്ടതൊക്കെ കാണും. അതുകൂടിയൊക്കെ ഇനി മടക്കി വെക്കണം. ഇനി തൂത്ത് വൃത്തിയാക്കി നമ്മൾ അടുക്കളയുടെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ തൂത്തുകൂടി വൃത്തിയാക്കണമല്ലോ. കാരണം വീണ്ടും നമ്മൾ രാവിലെ തൂക്കാമെന്ന് വെച്ചാലും പിന്നെ ഈ അഴുക്കിനകത്തൊക്കെ ചവിട്ടി നമ്മൾ കയറണം. അപ്പം അതിനൊക്കെ ജോലി കഴിഞ്ഞാൽ പിന്നെ തൂത്തുകൂടി ഇറക്കി കഴിഞ്ഞാൽ ആ പണിയെല്ലാം അങ്ങ് തീരുമല്ലോ. പിന്നെ ദാണ്ടേ എന്തൊക്കെയോ അവിടെ തെങ്ങിനകത്തുനിന്ന് എന്തൊക്കെയോ ഓല എന്തോ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ പൊഴിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നാൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങ് തൂക്കാം. കാരണം ആ ഭാഗത്തൊരു തെങ്ങ് നിൽപ്പുണ്ട്. മറ്റേ എപ്പോഴും ഇല്ല എന്തെങ്കിലുമൊക്കെ മടലും അതും ഇതൊക്കെ വന്ന് വീഴുമ്പോഴത്തേക്ക് അതിൻ്റെ കറുത്ത പൊടിയെല്ലാം വന്ന് മേളിൽ നിന്ന് വന്ന് വീഴും. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇവിടെയെല്ലാം ഒതുക്കി. അങ്ങനെ തന്നെ നമ്മളെ ഇന്നത്തെ അടുക്കളയിലെ എപ്പിസോഡുകളെല്ലാം കഴിഞ്ഞു. കാരണം ഇനി അടുക്കളയിലെ ഇന്നത്തെ അങ്കത്തട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ആ പൈപ്പ് കൂടിയൊക്കെ ഏറ്റവും അവസാനമായി പൈപ്പ് വൃത്തിയാക്കി കഴുകുന്നത്. എല്ലാ ജോലിയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പൈപ്പ് കൂടിയെല്ലാം വൃത്തിയാക്കും. കാരണം നമ്മൾ ഈ പിടിച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് എണ്ണയും പിന്നെ മുളക് പൊടി അങ്ങനെയുള്ള എല്ലാം പൈപ്പിനകത്താവും. പിന്നെ അന്നന്ന് പിന്നെ കഴുകിയില്ലെങ്കിൽ പിന്നെ അതൊരു അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് അതൊക്കെ നമുക്ക് എനിക്ക് തോന്നും ഭയങ്കരമായിട്ട് അഴുക്ക് പിടിച്ചിരിക്കും. അതുകൊണ്ട് അപ്പോഴ് തന്നെ അതൊക്കെ വൃത്തിയാക്കി പിന്നെ അവിടെ നിന്നാണ്ട് ഇറങ്ങി ഞാൻ പറഞ്ഞില്ലേ തുണി കാണും. തുണി അപ്പുറത്തെ വീടിനകത്തുള്ള അടുക്കളയിൽ ഇങ്ങനെ വെച്ചേക്കും. നമ്മൾ ആ അടുക്കളയിൽ നമ്മളൊന്നും ചെയ്യാറില്ല, പാചകമൊന്നും ചെയ്യാറില്ല. അപ്പം ഞാൻ ശ്രീമൂർത്തിയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് ഈ കഴുകിയിട്ട തുണിയെങ്കിലും മുകളിലോട്ടൊന്ന് കൊണ്ടു വെച്ചുകൂടായിരുന്നോ എന്ന്. ചില ദിവസങ്ങളിൽ നല്ല നല്ല സ്വഭാവമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും മോള്. അല്ലെങ്കിൽ ഒരു വക ചെയ്ത് അവൾ പറയാതെ ഒന്നും ചെയ്യത്തില്ല. ചില ദിവസങ്ങളിൽ നല്ല സ്വഭാവമാണെങ്കിൽ അറിയാതെ തന്നെ പറയാതെയൊക്കെ എല്ലാം ചെയ്തു തരും. ഇല്ലെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ നമ്മൾ കണ്ട തുണിയെല്ലാം കൊണ്ട് വെച്ചേക്കുന്ന എല്ലാം എടുത്തുകൊണ്ട് വെക്കണം. അവൾക്കുള്ള തുണികളെല്ലാം അവൾക്കുള്ളിടത്തെല്ലാം പറക്കി വെച്ചതിന് ശേഷം നമുക്കുള്ള തുണിയെല്ലാം ആയിട്ട് റൂമിലോട്ട് വന്ന് ഇനി അവിടെയും എല്ലായിടത്തും ഒതുക്കി വെക്കാനൊക്കെ കാണും. തുണി എല്ലാം എടുത്ത് അലമാരി വെക്കാനും. ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വന്നിട്ട് വേണം നമുക്കിനി ആഹാരമൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ. അപ്പം ഇത് കണക്കൊക്കെയുള്ള ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിരിക്കും നമ്മൾ ഇനി ഇടാൻ പോകുന്നത്. അല്ലാതെ നമ്മൾ ടൂറ് പോകുന്നതോ അങ്ങനെയുള്ള വീഡിയോകളൊന്നും നമുക്ക് കാണത്തില്ല. കാരണം നമ്മളൊന്നും അങ്ങനെയൊന്നും ഞങ്ങൾ ടൂറൊന്നും പോകില്ല. വർഷത്തിൽ ഒരു വട്ടമൊക്കെ ഞങ്ങളങ്ങനെ പോകും വെളിയിലോട്ടൊക്കെ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അമ്മയുടെ നാട് കോഴിക്കോടാണ്. അവിടെയും 2-3 കൊല്ലം കൂടുമ്പം പോവും. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മളെ വീഡിയോക്കകത്തുള്ളത്. അല്ലാതെ വേറൊന്നും കാണത്തില്ല. കാരണം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നാണ്ട് ചോറൊക്കെ ഇടാൻ പോവുക. ഇനി ചോറൊക്കെ ഇട്ട് കഴിച്ച് കിടന്ന് ഉറങ്ങണം. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ.
അപ്പം ഇനിയും എനിക്ക് പറ്റുന്ന ദിവസങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇടാൻ നോക്കും. അപ്പം നമ്മളെ വീഡിയോ എല്ലാവരും കാണണം. വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതാണ്ട് ഞാനും മോളും ഒരു പാത്രത്തിലാണ് കഴിക്കുന്നത്. കാരണം അവൾക്ക് ഞാൻ ചോറ് വാരി കൊടുക്കുന്ന ഇഷ്ടം. ഒരു ഒരു വട്ടമൊക്കെ ഞാൻ വാരി കൊടുക്കും ദിവസം. ഒരു വട്ടം രാവിലെയൊക്കെ അവൾ തന്നെ കഴിക്കും. രാത്രി വെക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയും അമ്മ വാരി തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അതാണ്ട് ചേട്ടനും ഉള്ളതും എല്ലാം ഇട്ട് രണ്ടു പേർ കൂടി ഉള്ളതൊക്കെ ഇട്ട് ചിലപ്പോൾ ഞങ്ങൾ ഈ വർക്ക് ഏരിയയിൽ തന്നെ ഇരുന്ന് കഴിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഹാളിൽ പോയി കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടുകൊണ്ട് ഇരുന്ന് കഴിക്കും. ഇപ്പം തന്നെ സമയം എനിക്ക് തോന്നുന്നു ഒരു 8:45 9 മണിയൊക്കെ അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ ചോറെല്ലാം കൊണ്ടുവന്ന് നമ്മൾ തന്നെ ഹാളിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പരിപാടിയൊക്കെ എല്ലായിടത്തും ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഹാളിലോട്ട് കൊണ്ടുപോയി അങ്ങ് കഴിച്ചാൽ മതി. അപ്പോൾ ദാണ്ട് ഞാൻ എല്ലാം ഹാളിലോട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഇല്ല, ഞാൻ അച്ഛനും അമ്മയും എല്ലാം നേരത്തെ ചോറൊക്കെ കഴിച്ചിട്ട് അവർ കിടക്കും. ഇനി ഞാനും ചേട്ടനും മോളും പൊടിയാൾ ഉറങ്ങിയായിരുന്നു, കുഞ്ഞാൾ ഉറങ്ങിയായിരുന്നു. ഉണർന്നിരിക്കുകയാണെങ്കിൽ ഇച്ചിരി മീനൊക്കെ കൂട്ടി ചോറൊക്കെ കഴിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിനകത്ത് ഇതൊക്കെ തന്നെ കാണത്തുള്ളൂ കേട്ടോ. അപ്പം ടാറ്റ, ബൈ ബൈ, സീ യു.